കോട്ടയം കറുകച്ചാലിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ച സംഭവം കൊലപാതകമെന്ന സംശയം. യുവതിയെ മനഃപൂർവ്വം മുൻ സുഹൃത്ത് കാറെടുപ്പിച്ചതാണെന്ന് പോലീസ് നിഗമനം. ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരിയായ നീതു നായരാണ് മരിച്ചത്. യുവതിയുടെ മുൻ സുഹൃത്ത് അൻഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, എങ്ങനെയാണ് ഇതൊരു കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്? സോന, ഇന്ന് രാവിലെയാണ് കറുകച്ചാൽ വെട്ടുകല്ലിന് സമീപത്ത് വെച്ചൊരു വാഹനാപകടം നടന്നത്. ആ വാഹനാപകടം ഒരു യുവതിക്ക് നേരെ കാർ ഇടിച്ചായിരുന്നു അപകടം ഉണ്ടായത്. അപകടത്തിൽ ഈ കറുകച്ചാൽ കൂത്രപ്പള്ളി സ്വദേശിയായിട്ടുള്ള നീതു നായര് വാഹനം ഇടിച്ചതിനെ തുടർന്ന് അവർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇതൊരു ആക്സിഡന്റ് കേസ് എന്നുള്ള രീതിയിൽ അന്വേഷിച്ച കറുകച്ചാൽ പോലീസിന് ഇതൊരു ആക്സിഡന്റ് അല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. നിലവിൽ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരം ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു സാധാരണ ആക്സിഡന്റ് അല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എന്തായാലും ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു കൊലപാതകമാണ് എന്നുള്ളൊരു സംശയമാണ് പോലീസിന് ഇപ്പോൾ പ്രധാനമായിട്ടും ഉള്ളത്. മനഃപൂർവ്വമായിട്ട് കാറിടിപ്പിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട് ഈ നീതുവിന്റെ മുൻ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള അൻഷാദിനെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്തു വരികയാണ്. നീതു അതിനുശേഷം വിവാഹം കഴിച്ചിരുന്നു. വിവാഹം കഴിച്ച ഭർത്താവുമായിട്ട് കുറച്ചു നാളായിട്ട് അകന്നു കഴിയുകയുമായിരുന്നു ഈ യുവതി. എന്തായാലും ഈ യുവതിയും ഈ മുൻ ആൺ സുഹൃത്തും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അതായിരിക്കുമോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും ഈ കസ്റ്റഡിയിലായിരിക്കുന്ന ആളുടെ മൊഴി ഇന്ന് രാത്രിയോടുകൂടി പൂർണ്ണമായിട്ടും വിശദമായിട്ട് എടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഒരു കൂടുതൽ വ്യക്തത നൽകാൻ സാധിക്കൂ എന്നാണ് കറുകച്ചാൽ പോലീസ് എന്തായാലും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.